ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെങ്കിൽ മമ്മൂക്കയെയും അതുപോലെ രജനീകാന്തിനെയും കുറിച്ചാണ്. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം രജനീകാന്തിനെ കുറിച്ച് പറയാം. രജനീകാന്ത് ഇന്ത്യയിൽ നിന്നല്ല, ശരിക്കും പറയാം ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടനാണ്. ഇത്രയും പ്രായമായിട്ടും അദ്ദേഹത്തിന് ഉള്ള സ്റ്റാർ വാല്യൂ മറ്റൊരു നടനും ശരിക്കും പറയാൻ വെച്ചാൽ ഏഷ്യയിലില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും സ്റ്റാർ വാല്യൂ ഉള്ള നടനാണ് രജനീകാന്ത്. എന്നാൽ രജനീകാന്ത് അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും നല്ല നടന്മാർ 10 പേരെടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ 20 പേരെടുത്ത് നോക്കിയാലും രജനീകാന്ത് ഇന്ത്യയിൽ നിന്ന് 20 പേരെടുത്താലും രജനീകാന്തിൻ്റെ പേരുണ്ടാവില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ സ്റ്റാർ വാല്യൂ ഉള്ള നടൻ എന്ന് ചോദിച്ചാൽ രജനീകാന്തായിരിക്കും ഇപ്പോഴും. കാരണം അദ്ദേഹത്തിൻ്റെ സ്വാഗ്, അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്, അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റൈലുകളും ഇത്രയും കാലമായിട്ടും അതിനൊരു മാറ്റം വന്നിട്ടില്ല എന്നാണ്. ഈ കഴിഞ്ഞ അടുത്ത് വന്ന ജയിലർ പോലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഗംഭീര പെർഫോമൻസാണ്. സ്റ്റൈലും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ നടത്തം, ഇത്രയും പ്രായമായാലും ആളുടെ നടത്തം, ആൾ നടന്നു വരുന്നത്, ആളുടെ സ്വാഗ്, ഇതൊക്കെ ഗംഭീരമാണ്. അപ്പോൾ അതേപോലെ തന്നെ എടുത്തു പറയാൻ പറ്റാവുന്ന മറ്റൊരു നടനാണ് മമ്മൂക്ക. മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ നമുക്ക് പിന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ല നടന്മാർ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല നടന്മാർ എടുക്കുകയാണെങ്കിൽ 10 പേരിലും മമ്മൂക്ക ഉണ്ടാവും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗ്രേറ്റാണ് നടൻ എന്ന രീതിയിൽ ഗ്രേറ്റാണ്. പക്ഷേ നമ്മളൊക്കെ മമ്മൂക്കനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെങ്കിൽ, മമ്മൂക്ക ശരിക്കും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു എല്ലാം തികഞ്ഞൊരു കംപ്ലീറ്റ് ആക്ടറല്ല. നമുക്കറിയാം എല്ലാം തികഞ്ഞുള്ളൊരു, അതായത് ഡാൻസ്, ഫൈറ്റ്, കോമഡി, അങ്ങനത്തെ ഒരു ആക്ടറല്ല. എല്ലാം അറിയുന്ന ഡാൻസും ഫൈറ്റും കോമഡി, പാട്ട് പാടാനുള്ള കഴിവ്, ലിപ് മൂവ്മെൻറ്റ്, പാട്ടുകൾക്ക് നല്ല ലിപ് മൂവ്മെൻറ്റ് കൊടുക്കാനുള്ള നടൻ, ആ രീതിയിലല്ല മമ്മൂക്ക. പക്ഷേ ഇവിടെയുള്ള മറ്റു അതുപോലെയുള്ള നടന്മാർ, എല്ലാം തികഞ്ഞുള്ള നടന്മാരെക്കാളും ഇന്നും മമ്മൂക്ക ഈ 74ാമത്തെ വയസ്സിൽ, പിന്നൊരു 7 ദിവസം ഇല്ല, 6 ദിവസം കൂടി ഉള്ളൂ പിറന്നാളിന്. സെപ്റ്റംബർ 7-ാം തീയതി മമ്മൂക്കയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 24 വയസ്സാവും. പക്ഷേ ഇന്നും 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ പ്രത്യേകത തന്നെ എന്താ കാരണം വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹത്തിൻ്റെ ആ കഴിവിനെ ഒരു കഴിവോ അല്ലെങ്കിൽ 2 കഴിവോ 3 കഴിവോ ഉണ്ടെങ്കിൽ 10 കഴിവിൽ ആ 3 കഴിവ് 4 കഴിവിനെ ആൾ എക്സ്ട്രീം ലെവലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത, എക്സ്ട്രീം ലെവലിൽ. ആ കഴിവ് പിന്നെ ആളടിക്കാനുള്ളൊരു കഴിവ്. ഇപ്പോൾ ഡയലോഗ് പ്രസൻറ്റേഷനിൽ ആളടിക്കാൻ ഇന്ത്യയിലല്ല ലോകത്തിൽ തന്നെ ഒരാളുണ്ട്. ഡയലോഗ് ഡെലിവറി, അതിൻ്റെ ഡയലോഗ് പറയുന്ന രീതി, അത് എവിടെ നിർത്തണം, എവിടെ തുടങ്ങണം, അത് എത്രമാത്രം ഡെപ്തിലേക്ക് കൊള്ളിക്കണം, ഉള്ളിൽ നിന്ന് വരുത്തണം, ഓരോ സ്ലാങ്ങുകൾ, ഡിഫറൻ്റായ സ്ലാങ് പിടിക്കണം, ശബ്ദത്തിൻ്റെ ഗാംഭീര്യം, അതൊക്കെ ഏതളവ് വെച്ച് നോക്കിയാൽ ആളെ മാച്ച് ചെയ്യാൻ ഒരാളില്ല, ലോകത്തിലാരില്ല. അതാണ്. അപ്പോൾ അതിൽ ലോകത്തിൽ ഡയലോഗ് ഡെലിവറിയിൽ ആളെ വെട്ടാൻ ആർക്കും പറ്റില്ല, ലോകത്തിൽ തന്നെ. ഇന്ത്യയിൽ നിന്നല്ല, ഏഷ്യയിൽ നിന്നല്ല, ലോകത്തിൽ ഡയലോഗ് ഡെലിവറി ഏത് ഭാഷയായിക്കോട്ടെ, തമിഴായിക്കോട്ടെ, തെലുങ്കായിക്കോട്ടെ, കന്നഡ ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, മലയാളത്തിൻ്റെ കേരളത്തിലുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഭാഷയും, അത് മറ്റൊരു നടന്മാർക്ക് ചെയ്യാൻ പറ്റില്ല ആർക്കും. അതാണ് മമ്മൂക്ക. അത് ഡയലോഗ് ഡെലിവറി. അതുപോലെ ഇമോഷൻ സീൻസ്, ഇമോഷൻ അദ്ദേഹത്തിനെ പോലെ ചെയ്യാൻ ഈ പറഞ്ഞ പോലെ ഒറ്റ ആൾക്കും പറ്റില്ല. അദ്ദേഹം കരഞ്ഞാൽ നമ്മൾ കരയും. അത് ഏത് മോഹൻലാൽ ഫാനായാലും അദ്ദേഹം സെൻറ്റിമെൻറ്റ്സ് ചെയ്തു കഴിഞ്ഞാൽ, സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ടാക്കിയാൽ എല്ലാവരും കരയും. അതുപോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള റോളുകൾ, പഴശ്ശിരാജ, അതുപോലെ തന്നെ ചന്തു, അങ്ങനെയുള്ള ഓരോ കഥാപാത്രം, ഡോക്ടർ അംബേദ്കർ, അതുപോലെ തന്നെ മറ്റേ ആന്ധ്രയിലെ YSR റെഡ്ഡി, അങ്ങനെയുള്ള ഓരോ വൈക്കം മുഹമ്മദ് ബഷീർ, അങ്ങനെയുള്ളൊക്കെ റോളുകൾ ചെയ്യണമെങ്കിൽ ഏതൊക്കെ റോളുകളായിക്കോട്ടെ, വടക്കം പാട്ടുകളായിക്കോട്ടെ, പഴശ്ശിരാജ ആയിക്കോട്ടെ, ഏത് ക്യാരക്ടറായാലും
അങ്ങനെയുള്ള ഒരാൾ ജീവിച്ചിരുന്നിരുന്ന ഒരു വ്യക്തിയായിട്ട് അങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്യാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ. അതും ഏത് കഥാപാത്രമായി സാദൃശ്യത്തിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് വരാൻ സാധിക്കും. അവരുടേതായ ബോഡി ലാംഗ്വേജ് ചെയ്യാൻ പറ്റും. ബേസിക്കലി മമ്മൂക്ക മറ്റുള്ളവരെക്കാൾ പ്രത്യേകത എന്താണെങ്കിൽ ഈ മറ്റുള്ള 1-2 കാര്യങ്ങൾ കുറവുള്ളതിന് വേറെ കുറേ കാര്യങ്ങളിൽ സ്പെഷ്യലൈസ്ഡ് ആയി. അതായത് ഒരു ബേസിക്കലി ആളൊരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടി ആയതുകൊണ്ട് ആ മാനറിസം പിടിക്കാനും ശബ്ദം പിടിക്കാനും അവരെ ഏതെങ്കിലും കഥാപാത്രമാണെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ രീതിയിൽ നടത്തം ഭാവം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയാണ് കൂടുതൽ ഡാൻസ്, പാട്ട് പാടാനറിയാം, ഡാൻസ് കളിക്കും നന്നായിട്ട്, അത്യാവശ്യം നന്നായി കളിക്കും. അതുപോലെ ഈ മൂവ്മെൻറ്റ് പാട്ട് പാടി അഭിനയിക്കാൻ നസീർ സാറിന് ശേഷം ലാലേട്ടൻ തന്നെയാണ്. നസീർ സാറിനേക്കാളും ചിലപ്പോൾ ഗംഭീരമായിട്ട് ഈ ക്ലാസിക്കൽ പാട്ടുകളൊക്കെ പാടാനും അഭിനയിക്കാനും ഒക്കെ ഗംഭീരം, നമുക്ക് ആർക്കും അതിലൊരു സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശൈലി മാത്രം ഏത് വലിയ കഥാപാത്രമായാലും എത്ര വലിയ കഥാപാത്രമായാലും അദ്ദേഹത്തിന് അതിൽ കാണാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അദ്ദേഹത്തിന് അതിൽ കാണാം. ഏത് കഥാപാത്രത്തിലും കിരീടത്തിലെ സേതുമാധവനായിക്കോട്ടെ, ഭരതത്തിലെ രാമനാഥനായിക്കോട്ടെ, അതല്ലെങ്കിൽ ഏതൊരു കഥാപാത്രം, അതുപോലെ ദേവാസുരത്തിലെ നീലകണ്ഠനായിക്കോട്ടെ, ആരൊക്കെ ആയാലും അദ്ദേഹം ലാലേട്ടനാണ് അത് അഭിനയിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ മമ്മൂക്ക അങ്ങനെയല്ല. അതാണ് മമ്മൂക്കയും ലാലേട്ടൻ അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റുള്ള നടന്മാർ തമ്മിൽ വ്യത്യാസം. അത് ആ കഥാപാത്രമായി മാറാൻ പറ്റില്ല. അതായത് മമ്മൂക്കയെ പോലെ ആ കഥാപാത്രമായി വേറൊരു കഥാപാത്രമായി മാറാൻ വൈക്കം മുഹമ്മദ് ബഷീറായപ്പോൾ ആ ശൈലി, അപ്പോൾ മമ്മൂക്കനെ കാണാൻ സാധിക്കില്ല. സൂര്യമാനസത്തിലായപ്പോൾ ആ കഥാപാത്രത്തെ കാണാൻ സാധിക്കില്ല. മൃഗയിലായപ്പോൾ വാറുണ്ണിയിട്ട് കാണാൻ സാധിക്കില്ല. അതിലൊന്നും മമ്മൂക്കനെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറേ കഴിവ്. അപ്പം പറഞ്ഞു വരുന്നതൊന്നുമല്ല, നമുക്ക് ധാരാളം കഴിവുണ്ടെങ്കിലും ഏതെങ്കിലും 1-2 കാര്യങ്ങളിൽ ഗംഭീര കഴിവുണ്ടെങ്കിൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പോൾ എനിക്കതിലൊരു ഡ്രോബാക്ക് ഉള്ള ആളാണ് ഞാൻ. കാരണം പാട്ട് പാടാനറിയാം. ഒരു 70% ബേസിക്കലി ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല, എന്നാലും പാടും, നന്നായിട്ട് പാടും. 70% ഉള്ളൂ. അത് 100% ആക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് പാട്ട് പഠിക്കാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ക്ലാസിക്കൽ പഠിച്ചെങ്കിൽ മാത്രമാണ്, ശാസ്ത്രീയ സംഗീതം പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് എല്ലാ സ്വരങ്ങളും പാടാനും പാടാനൊക്കെ പറ്റുള്ളൂ. അല്ലാത്ത പാട്ടുകളൊക്കെ നമുക്ക് പാടാം, എല്ലാ പാട്ടും പാടാം. ഇപ്പോൾ സ്വരങ്ങൾ പാടുന്ന പാട്ടുകൾ നമുക്ക് പാടാൻ പറ്റില്ല. അതുപോലെ ഞാൻ ആർട്ടിസ്റ്റാണ്, പടം വരയ്ക്കും, ബോർഡ് എഴുതും. എവിടെ ഞാൻ പോയി പഠിച്ചിട്ടില്ല. അതൊക്കെ എൻ്റെ തനിച്ച് ഞാൻ എഴുതുന്നു. ബോർഡൊക്കെ ഞാൻ കടകളിലേക്ക് ബോർഡ് എഴുതും, ചെറുപ്പം മുതൽ എഴുതും. 10-15-16 വയസ്സായപ്പോൾ തന്നെ ബ്രഷ് എന്താ ചെയ്യേണ്ടത്, ബ്രഷ് എങ്ങനെ ഉപയോഗിക്കേണ്ടത് ഒന്നും അറിയാത്ത കാലത്ത് പോലും ബ്രഷ് എടുക്കുന്നു, പെയിൻ്റ് എടുക്കുന്നു, ബോർഡ് എഴുതും. മറ്റുള്ള ബോർഡുകൾ കണ്ടിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഈ ഗുരുനാഥനില്ലായിരുന്നു. പാട്ട് പാടുന്നതിൽ ഗുരുനാഥനില്ല. പടം വരയ്ക്കും, എല്ലാവരും പടം വരയ്ക്കും, അതിന് ഗുരുനാഥനില്ല. അപ്പോൾ പഠിപ്പിന് മാത്രം ഗുരുനാഥനുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിലേക്ക് ഫുള്ള് നമുക്ക് പവർ കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ മമ്മൂക്ക അവിടെ ചെയ്തത്, മമ്മൂക്കയുടെ പ്രത്യേകത എന്താണെങ്കിൽ ആ ഉള്ള കുറച്ച് കാര്യങ്ങളിൽ ആൾ 100% ആയി. ആ 100% നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് അത് യഥാർത്ഥ വിജയമായി മാറുക. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ അതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ പറയാനുള്ളത് എന്താണെങ്കിൽ, നിങ്ങൾക്ക് ഉള്ള കഴിവ്, കുറേ കഴിവുണ്ടായിട്ട് കാര്യമില്ല, ഉള്ള കഴിവിനെ അതിൻ്റെ ടോപ്പൊക്കെ മമ്മൂക്കയെ പോലെ, രജനീകാന്തിനെ പോലെ. മമ്മൂക്ക എന്താ ചെയ്താൽ മമ്മൂക്കയുടെ എന്താ പറയുക, ശബ്ദത്തിൻ്റെ നിയന്ത്രണവും ശബ്ദത്തിൻ്റെ ഗാംഭീര്യവും ആ ഭാഷകളുടെ കഴിവും അതൊക്കെ ഏറ്റവും ടോപ്പ്, ഏറ്റവും നമ്പർ 1 എല്ലാവരേക്കാളും. അതേപോലെ തന്നെ ഓരോ കഥാപാത്രമായി മാറാനുള്ളത്, സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യിക്കാനുള്ളത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ടോപ്പായി നിന്നപ്പോൾ ഡാൻസും പാട്ടും ഒന്നും വേണ്ടി വന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഏതൊരു ഭാഷയിലും ഡാൻസ് അറിയാത്ത ഒരു നടനും 1-ാം നിലയിലെത്താൻ പറ്റിയില്ല. ഡാൻസ് അറിയാത്ത ഒരു നടൻ ഇന്നും 1-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മലയാളത്തിലാണ്, മമ്മൂക്കയ്ക്കാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും
ആലോചിക്കാനുള്ളൊരു വിഷയം, നിങ്ങൾക്ക് ഉള്ള കഴിവ് ഏതിലാണ് അതിൽ ടോപ്പാവുക, അതിൽ നമ്പർ 1 ആവുക. മമ്മൂക്കയെ പോലെ ഞാൻ അത്യാവശ്യം മാർക്കറ്റിംഗ് ബിസിനസ് രംഗത്തൊക്കെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതിലൊക്കെ അച്ചീവ്മെൻ്റ് ഉണ്ട്. എല്ലാ കമ്പനിയും ടോപ്പാണ്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിസിനസ്. ഞാനിപ്പോൾ ബിസിനസ് ചെയ്ത് വീട്ടിലേക്ക് എത്തിയുള്ള സമയം ഇന്ന് 11:30, സാധനം 12 മണി കഴിയും. ഫോറക്സ് ട്രേഡിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. ഫോറക്സ് ട്രേഡിംഗ് ക്രിപ്രിവ എന്നൊരു കമ്പനിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ധാരാളം ഇതുപോലെ സ്റ്റേജിലും ഒക്കെ പെർഫോം ചെയ്യാൻ കുറേ കഴിഞ്ഞത് കൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ എല്ലാ പ്രോഗ്രാംസിലും പറയുന്ന പോയിൻ്റാണിത്. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്തിൽ, ഞാൻ പറയുന്ന സമയത്തൊക്കെ ഇതാണ് പറയാറുള്ളത്. മമ്മൂക്കയെ പോലെ ഏതൊരു കാര്യമാണെങ്കിൽ അതിൽ ടോപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ 1 ആയി മാറാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ക്രിപ്രിവ എന്ന ഫോറക്സ് ട്രേഡിംഗ് ആണ്. US ബേസ്ഡ്, UK, ഇപ്പോൾ ദുബായിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ നമ്പർ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ വിളിക്കുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാം. അത് എൻ്റെ ഒരു റീസെൻ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം. നേരത്തെ പറഞ്ഞ മമ്മൂക്കയുടെയും രജനീകാന്തിൻ്റെയും കഥയും ഇതായിട്ട് ബന്ധമില്ല, പക്ഷേ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. താല്പര്യമുള്ളവർക്ക് എന്നെ ബന്ധപ്പെടാം. എൻ്റെ നമ്പറും കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ ഇതിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വിളിക്കാം. എൻ്റെ നമ്പർ എന്തായാലും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ.